മാത്തൂർ മലയിലെ മാഞ്ചോട്ടിൽ കണ്ട മലയാളി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മൺചട്ടി അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെട്ടി തിളയ്ക്കാൻ വിട്ടില്ലെങ്കിലും ചട്ടി പൊട്ടാതെ ചൂടായ എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുകും 1/4 സ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കണം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയെ ഇഞ്ചിഞ്ചായി മുറിച്ച് എണ്ണയിലേക്ക് ഇട്ടോട്ട. വെളുത്തുള്ളിയുടെ 15 അല്ലി എടുത്ത് എല്ല് മുറിയാതെ എണ്ണയിലേക്ക് തിളക്കണം. പച്ചനിറം മാറാത്ത പച്ചമുളകും കൊച്ചുങ്ങളുടെ മനസ്സുള്ള കൊച്ചുള്ളിയും അവനവന്റെ ആവശ്യം പോലെ ഇട്ട് അടി പിടിക്കാതെ ഇളക്കിക്കോട്ട. ഉറങ്ങിക്കിടന്ന ഉപ്പിനെ വെളിച്ചെണ്ണീപ്പിച്ച് ചട്ടിയിലിടാൻ മറക്കണ്ട. മലമുകളിൽ നിന്ന് പറിച്ചെടുത്ത മഞ്ഞളിന്റെയും മുളകിന്റെയും കാശ്മീരിൽ പോയി കാറിൽ കൊണ്ടുവന്ന കാശ്മീരി മുളകിന്റെ പൊടിയും ആവശ്യം പോലെ ഇട്ടോട്ട. പല്ലുവേദനയില്ലാത്ത മല്ലിപ്പൊടിയും വെള്ളത്തിൽ വീഴാത്ത മീൻ മസാല 1-2 സ്പൂൺ വാരി വിതറിക്കോ. കിട്ടിയ ഒരു സ്പൂൺ വെച്ച് പൊടി കരിയാതെ നോക്കിയാൽ മതി. കുതിരാൻ വേണ്ടി കുടത്തിലിട്ട് വെച്ചിരുന്ന 1 കഷ്ണം കുടമ്പുളിയും 1 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് ഒഴിക്കണോട്ടാ. അളന്നൊഴിച്ച വെള്ളം തിളയ്ക്കണ കാണുമ്പോൾ ചോര തിളയ്ക്കാൻ സാധ്യതയുള്ളവർ കൃത്യമായ അകലം പാലിക്കണം. ചോര തിളയ്ക്കാത്തവർ അയലത്തെ വീട്ടിൽ കഴുകി വെച്ചിരുന്ന അയല എടുത്ത് അടി ഉണ്ടാക്കാതെ ചട്ടിയിലേക്ക് ഇട്ടോട്ടാ. ചട്ടിയിലിട്ട മീൻ നീന്താൻ തുടങ്ങുമ്പോൾ അടിമക്കണ്ണായ അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് മൺചട്ടിയുടെ അരമണ്ഡലം ഒന്ന് കറക്കി കൊടുത്താൽ അയൽവക്കത്തെ അയല ഒന്നുകൂടെ ഉഷാറാവും. തീ കെടുത്തി ചട്ടി അടച്ചു വെക്കണം. 1-2 മണിക്കൂർ കഴിഞ്ഞ് ചട്ടി തുറക്കുമ്പോൾ മീൻകറി പരുവാകും. അത്രയേ ഉള്ളൂ. ബൈ.